ടൂറിസം ഓഫ് ലേണിംഗ് LGSന്റെ റിവിഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണെന്ന് അല്ലെ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ മുമ്പേ കുട്ടി പറഞ്ഞോളോ ടോപ്പിക് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോണേ. പിന്നെ ചിലര് ബോർഡ് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ടീച്ചർ ബോർഡ് എടുത്തത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ ബോർഡിലും നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ, കാരണം റിവിഷൻ അല്ലേ. ഇത് നമുക്ക് 30 ദിവസം കൊണ്ട് തീർക്കണ്ടേ, നിങ്ങളെ പഠിപ്പിച്ചെടുക്കണ്ടേ. ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇനി ടീച്ചറ് 30 ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉള്ളൂ. അത്രയും 30 ക്വസ്റ്റ്യൻ പേപ്പർ LGSന്റെ സിലബസ് മോഡലിലുള്ളതാ. അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. LGSന് എന്താണോ സിലബസ് അതനുസരിച്ചിട്ടുള്ള. അപ്പൊ ഒരു ദിവസം മിനിമം നിങ്ങളൊരു 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാലത്ത് പറഞ്ഞ വൈകിട്ട് വെച്ച് OMR ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തു നോക്കൂ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും OMR ഉപയോഗിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് നമ്മൾ പരീക്ഷയുടെ മുമ്പ് 4 പ്രാവശ്യം നമ്മളത് ചെയ്തു നോക്കുമ്പോൾ നമുക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് നമുക്ക് നല്ലത് തന്നെയാണ്. അങ്ങനെ ചെയ്തു നോക്കാം. പ്ലസ് 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ഒരു ദിവസം ചെയ്യാൻ നോക്കും, ഒരു 40 ക്വസ്റ്റ്യൻ വെച്ച്. അപ്പൊ ഈ മാത്സ് 99% മാത്സും വന്നിട്ടുള്ള മാത്സ് തന്നെയാ പിന്നെയും വരണേ. അപ്പൊ നിങ്ങൾക്ക് ആ പരീക്ഷ ഹാളിൽ നല്ല സ്പീഡിൽ മാത്സ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ ഭാഗത്ത് നിന്നാ പറഞ്ഞ അങ്ങനെ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുമല്ലോ. നേരത്തെ ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോ വീഡിയോ രൂപത്തിലല്ലായിരുന്നോ. ഇപ്പൊ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാലോ. 15 ദിവസം കൊണ്ട് 30 ക്വസ്റ്റ്യൻ പേപ്പർ കഴിയും, 2 വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ അടുത്ത 15 ദിവസം കൂടെ ചെയ്യാം. അപ്പോഴും ആവില്ല ജൂലൈ 18. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമാവും. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും, അതായത് നമ്മൾ 100 ദിവസത്തെ ക്ലാസ് എടുത്തു, അതിനുശേഷം ടോപ്പിക്സിന്റെ ക്ലാസ്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്, ഇപ്പൊ റിവിഷൻ ക്ലാസ്. ഞാൻ ഈ 100 ദിവസത്തെ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകാൻ. ഇതുവരെ ഒരു പ്രശ്നം ഇല്ലാണ്ട് ക്ലാസ് പോയിട്ട് ഇനി എനിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പോകും. നിങ്ങളും ആ ആത്മാർത്ഥത്തോടുകൂടി മുന്നോട്ട് പോവുക. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാണ്. ടീച്ചർ അധികം സംസാരിക്കില്ല. INC രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു തിയറി ഉണ്ട്. ആ തിയറിയുടെ പേര് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ തിയറിയുടെ പേര് എന്താണ്? സേഫ്റ്റി വാൽവ് തിയറി എന്നാണ്. അങ്ങനെ ചോദിക്കാറുണ്ട്. എന്താണ് സേഫ്റ്റി വാൽവ് തിയറി? INC രൂപീകരണവുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി വാൽവ് തിയറി ട്ടോ. അടുത്തത്, INCക്ക് രൂപം നൽകിയ വ്യക്തി AO ഹ്യൂം എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പൂർണ്ണമായിട്ട് വിളിക്കാം. അദ്ദേഹം INCയുടെ രൂപം നൽകിയ വ്യക്തി, INCയുടെ പിതാവ്, INCയുടെ നിർമ്മാതാവ്, INCയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ആ പേര് നിർദ്ദേശിച്ചത് ഇദ്ദേഹമല്ല. INCക്ക് ആ പേര് നിർദ്ദേശിച്ച ആള് ദാദാബായ് നവറോജിയാണ്. അപ്പൊ ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നൽകിയത് എന്നും കൂടി ഓർത്തു വയ്ക്കാം. ഈ INC രൂപീകരണ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭുവാണ് INC രൂപീകരണ സമയത്ത് നമ്മുടെ വൈസ്രോയി ആയിരുന്നത് ട്ടോ. ഇനി അടുത്തത് എന്താണ്? INC രൂപീകരണത്തിന് മുമ്പ് ഒരു ഓർഗനൈസേഷൻ നിലവിലുണ്ടായിരുന്നു. ആ ഓർഗനൈസേഷന്റെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. അപ്പൊ INC രൂപീകരണത്തിന് മുമ്പ് ഇതുപോലത്തെ ഉണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 1885 ഡിസംബർ മാസം 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഈ 1885 ഡിസംബർ മാസം 28 തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനവും നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? ബോംബെയിലാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടക്കണമെന്ന് ഓർക്കാം. ഇനി വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ആദ്യം മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ബോംബെയിലായിരുന്നില്ല. എവിടെയായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്? പൂനെയിലായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പൂനെയിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ബോംബെയിലേക്ക് മാറ്റി? പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് എവിടേക്ക് മാറ്റുകയാണ്? ബോംബെയിലേക്ക് മാറ്റാണ് കേട്ടോ. ഇനി ആദ്യത്തെ സമ്മേളനം 85 ഡിസംബർ 28 അന്നത്തെ ഫോം ചെയ്ത ദിവസം തന്നെ നടന്നു. ആ സമ്മേളനത്തില് 72 പേരാണ് പങ്കെടുത്തത്. എത്ര പേര് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത്? 72 പേര് പങ്കെടുത്തു. അപ്പൊ ഒരു സമ്മേളനമാണ്, സമ്മേളനത്തിന് ഒരു അധ്യക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അധ്യക്ഷൻ ആരാണ്? WC ബാനർജി ആണ്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാം. INC രൂപീകരിച്ചത് AO ഹ്യൂം ആണ്. INCയുടെ ആദ്യത്തെ അല്ലെ, INC എന്ന
പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആദ്യത്തെ എന്താ പറയുന്നത് പ്രസിഡന്റ് WC ബാനർജിയാണ് കേട്ടോ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ കോൺഫറൻസ് നടക്കുകയാണ്. ആ കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഫസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്തത് ആരാണ്? നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയാണ് ഫസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്തത് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരും കൂടി ഓർത്തു വെക്കുക. സുബ്രഹ്മണ്യ അയ്യർ ആണ് ആദ്യമായിട്ട് പ്രമേയം 9 പ്രമേയങ്ങളോളം ആദ്യത്തെ ആ ഒരു മീറ്റിംഗിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ സുബ്രഹ്മണ്യരാണ് ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത്. ഇനിയിപ്പോ നമ്മള് ഇത് ആദ്യത്തെ സമ്മേളനമാണ് ബോംബെയിൽ പറഞ്ഞു. ആദ്യത്തെ പ്രസിഡന്റ് ആണ് WC ബാനർജി പറഞ്ഞു. ഇനി ഒരു 2-3 സമ്മേളനങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെക്കുക. ആദ്യത്തെ അത് കഴിഞ്ഞതിന് ശേഷം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. രണ്ടാമത്തെ കോൺഫറൻസ് നടന്നത് 1886 രണ്ടാമത്തെ കോൺഫറൻസ് നടന്നത് എവിടെയാണ്? കൽക്കത്തയിലാണ് രണ്ടാമത്തെ കോൺഫറൻസ് നടന്നത് ഓർത്തു വെക്കാം. ഇനി ആരായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ പേര് നിർദ്ദേശിച്ച ദാദാഭായ് നവറോജിയാണ് രണ്ടാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് നമ്മൾ ഓർത്തു വെക്കാം. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്ന പാഴ്സിയാണ്, പാഴ്സി മതവിഭാഗക്കാരനാണ് ഇദ്ദേഹം. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയിട്ടുണ്ടെന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1887 നടന്നത് മദ്രാസിലാണ് നടക്കണേ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? മദ്രാസിലാവുമ്പോ അതായത് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? അതായത് INCയുടെ കോൺഫറൻസ് നടക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണെന്ന് ഓർത്തു വെക്കണം? മദ്രാസ് ആണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് ഇതിൽ ആരായിരുന്നു പ്രസിഡന്റ്? ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു. ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ബദറുദ്ദീൻ തിയാബ്ജി ആരാണ്? ഒരു മുസ്ലിം ആണ് അല്ലെ. അപ്പോ INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മുസ്ലിം ആണ് ആര്? ബദറുദ്ദീൻ തിയാബ്ജി. ആദ്യത്തെ പാഴ്സി മതവിഭാഗക്കാരനാണ് ദാദാഭായ് നവറോജി. ആദ്യത്തെ INC പ്രസിഡന്റ് ആണ് WC ബാനർജി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള INC മീറ്റിങ്ങുകളെ കുറിച്ചാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് എന്ന് ഓർത്തു വയ്ക്കാം. അത് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ന് ഓർക്കണം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്നറിയാമോ? റഹ്മത്തുള്ള സയാനിയാണ്. ആരാണ്? റഹ്മത്തുള്ള സയാനിയാണ് ഇതിന്റെ അധ്യക്ഷൻ എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ വന്ദേ മാതരം ആലപിച്ച സമ്മേളനം ക്ലിയർ ആയില്ലേ? ഇത്രയാണ് ഈ 1896. ഇനി അടുത്ത നമ്മളോട് ചോദിക്കാറുണ്ട് INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ മീറ്റിംഗിൽ ബാരിസ്റ്റർ GP പിള്ള ഉണ്ടായിരുന്നു. INC പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ മലയാളി ശങ്കരൻ നായരാണ്. ആരാണ്? ശങ്കരൻ നായരാണ്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇദ്ദേഹം 1897 അമരാവതി സമ്മേളനത്തിലാണ്, ഈ അമരാവതി പ്രധാനാണ്, അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? നമ്മുടെ ശങ്കരൻ നായർ എന്ന് ഓർത്തുവെക്കാം. അടുത്ത ചോദിക്കാറുള്ള ചോദ്യം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം ഏത് എന്നുള്ളതാണ്. ഗാന്ധിജി 1901 ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അത് പങ്കെടുത്തത് എവിടെ വെച്ചിട്ടായിരുന്നു? കൽക്കത്ത സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. ആ പങ്കെടുത്ത സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദിൻഷാ വാച്ച എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പൊ ദിൻഷാ വാച്ച അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിൽ ഗാന്ധിജി 1901 ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് കോൺഗ്രസിൽ സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർന്നു വന്ന സമ്മേളനം ഏതാണ്? 1905 ബനാറസിൽ നടന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസിൽ സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർന്നു വന്നത്. ആ സമയത്ത് അതിന്റെ പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് സ്വരാജ് എന്ന് പറയുന്ന മുദ്രാവാക്യം, സ്വരാജ് എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ സ്വരാജ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്നു വന്നത് 1906 കൽക്കത്ത സമ്മേളനത്തിലാണ്. 1906 കൽക്കത്ത സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്.
ആരാണ് നവറോജി. അപ്പൊ എന്താണ് സ്വദേശി എന്ന് പറയുന്നത് ഉയർന്നു വന്നത് ബനാറസ് സമ്മേളനത്തിൽ, സ്വരാജ് ഉയർന്നു വന്നത് 1906 കൽക്കത്ത സമ്മേളനത്തിൽ. അതിന്റെ എന്താണ് അധ്യക്ഷ പദവിയും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത് സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്? ആരാന്നറിയോ നിങ്ങൾക്ക്? റാഷ് ബിഹാരി ഘോഷ് ആണ്. ആരാണ്? റാഷ് ആണ് കേട്ടോ. റാഷ് ബിഹാരി ഘോഷ് ആണ് സൂററ്റ് സ്പ്ലിറ്റ് സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. 1907 നടന്നത് സൂററ്റ് സ്പ്ലിറ്റ്. എന്താണ്? കോൺഗ്രസിലെ നേതാക്കൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെയായിരിക്കും സമ്മേളനം നടന്നിട്ടുണ്ടാവുക? സൂററ്റിലായിരിക്കും സമ്മേളനം നടന്നിട്ടുണ്ടാവുക. ക്ലിയർ ആയല്ലോ? അടുത്ത നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത് അല്ലെ, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാണ്? 1911 കൽക്കത്ത സമ്മേളനം. 1911 കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ്? സർലാദേവി ചൗധരിയാണ്. ആരാണ്? സർലാദേവി ചൗധരിയാണ് അത് ആലപിച്ചത് എന്ന് ഓർത്തു വയ്ക്കാം. 1911 കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? BN ദർ ആണ്, അല്ലെങ്കിൽ ബിഷൻ നാരായൺ ദർ. ആരാണ്? ബിഷൻ നാരായൺ ദർ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജി എന്നാ പങ്കെടുത്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നെഹ്റു എന്നാണ് ആദ്യമായി ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ 1912 അദ്ദേഹം പങ്കെടുത്തത്. ബങ്കിംപൂർ എന്ന് പറയുന്ന ബീഹാറിലെ ബങ്കിംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. ആ സമയത്ത് ഇദ്ദേഹത്തെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഇത് പഠിച്ചു വെച്ചോളൂ. RN മതോൽക്കർ എന്ന് പറയുന്ന ആളായിരുന്നു ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ഇനി മിതവാദികളും തീവ്രവാദികളും 1907 പിരിഞ്ഞുവെങ്കിൽ 1916 ലക്നൗ സമ്മേളനത്തിൽ 1916 ലക്നൗ സമ്മേളനത്തിൽ എന്തുണ്ടായി? മിതവാദികളും തീവ്രവാദികളും ഒന്നായി. അവർ കൂടി ചേർന്നു. മിതവാദികളുടെയും തീവ്രവാദികളുടെയും ലയനം നടന്നത് എന്നാണ്. 1916 ലക്നൗ സമ്മേളനത്തിലാണ് AC മംജുംദാർ ആണ് അതിന്റെ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? നെഹ്റുവും ഗാന്ധിജിയും, ഒന്നും കൂടി പ്രത്യേകതയുണ്ട്. നെഹ്റുവും അതുപോലെ തന്നെ ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ഈ സമ്മേളനത്തിലാണ് കേട്ടോ. നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് ഏതാണ്? ഈ സമ്മേളനത്തിലാണ്. ഇനി അടുത്ത നമ്മളോട് ചോദിക്കാറുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശ വനിത ആരാണ്? രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നാണ്. അപ്പൊ ആദ്യമായി ഒരു വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ഒരു വിദേശ വനിതയാണ്. അവരുടെ പേരെന്താണ്? ആനി ബെസന്റ് എന്നാണ്. അപ്പൊ ആനി ബെസന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശ വനിത. അവര് 1917 പ്രസിഡന്റ് ആയത്. 17 കൽക്കത്ത സമ്മേളനത്തിലാണ്. 1917 കൽക്കത്ത സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശ വനിത ആരാണ്? ആനി ബെസന്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു അല്ലെ. അത് നടന്നത് 1919 കേട്ടിട്ടില്ലേ മക്കളെ? ആ സമയത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. പ്രസിഡന്റ് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. ആരാണ്? മോത്തിലാൽ നെഹ്റു കേട്ടോ. 1919 എവിടെയാ ഈ സമ്മേളനം നടന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അമൃത്സറിലാണ് നടന്നത്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഏത് സമയത്ത്? നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്ത്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാ ഗാന്ധിജി പ്രസിഡന്റായ ഏക സമ്മേളനം. അപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയത് ഏത് സമ്മേളനത്തിലാണ് എന്ന് ചോദിച്ചാൽ 1924 ബൽഗാം സമ്മേളനത്തിലാണ് എന്ന് പറയാ. 1924 ബൽഗാം സമ്മേളനത്തിലാണ്. ഗാന്ധിജി പ്രസിഡന്റായ ഏക സമ്മേളനവും 1924 ബൽഗാം സമ്മേളനമാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത
ഇന്ത്യൻ വനിത. നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യ വനിത, ആദ്യ വിദേശ വനിത, ആദ്യ ഇന്ത്യൻ വനിത ആര്? സരോജിനി നായിഡു ആണ്. ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ വർഷം എന്ന് 1925. എവിടെ വെച്ച്? ഏത് സമ്മേളനത്തിൽ? കാൺപൂർ സമ്മേളനത്തിൽ. 1925 കാൺപൂർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ആര് വരികയാണ്? നമ്മുടെ സരോജിനി നായിഡു വരികയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറയാം, അത്രയും പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു. അല്ലെ? ഈ സമയത്താണ് എന്തുണ്ടായി? നെഹ്റു ഇന്ത്യൻ പതാക 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു എന്ത് ഉയർത്തുകയാണ്? ഇന്ത്യൻ പതാക ഉയർത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ് 1930 ജാനുവരി 26 ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത്. ക്ലിയർ ആയോ മക്കളെ? അപ്പോ എത്രയാണ് നമ്മള് എന്താ പറയുന്നത് ഈ പൂർണ്ണ സ്വരാജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തത്, ആദ്യത്തെ വനിത പറഞ്ഞു, രണ്ടാമത്തെ വനിത പറഞ്ഞു, ഇനി മൂന്നാമത്തെ വനിതയെ കുറിച്ച് പഠിക്കുകയാണ്. മൂന്നാമത്തെ വനിത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിത, രണ്ടാമത്തെ വിദേശ വനിത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പേര് പറയണം. പേര് നെല്ലിസൺ ഗുപ്ത എന്നാണ്. നെല്ലിസൺ ഗുപ്ത. ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. ആദ്യ വിദേശ വനിത ആനി ബസന്റ്. രണ്ടാമത്തെ വനിത സരോജിനി നായിഡു. ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത. രണ്ടാമത്തെ വിദേശ വനിത നെല്ലിസൺ ഗുപ്ത. 1933 കൽക്കത്ത സമ്മേളനത്തിലാണ് നെല്ലിസൺ ഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവണേ. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മുടെ വേണമെങ്കിൽ ചോദിക്കാം, പ്രധാനം എന്താ പറയാ, സുഭാഷ് ചന്ദ്രബോസ് പ്രധാനമാണല്ലോ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. എവിടെ വെച്ചിട്ടാണ്? ഹരിപുര സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇനി എപ്പോഴും ചോദിക്കാറുള്ള അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ് നമ്മൾ. കോൺഗ്രസിന്റെ 52ാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താ പറയുന്നത് സമ്മേളനത്തെ കുറിച്ച് പറയണേ. ഈ സമ്മേളനം നടന്നത് ത്രിപുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചോദിക്കാറുള്ളത് എന്താ അറിയോ നിങ്ങൾക്ക്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ആരാണ് എന്താ പറയുന്നത് പ്രസിഡന്റ് ആയത്? സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുകയാണ്. പക്ഷെ ബോസിനെതിരെ മത്സരിക്കാൻ ഗാന്ധിജി ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര്, ഗാന്ധിജി നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാളെ. അദ്ദേഹത്തിന്റെ പേര് പട്ടാഭി സീതാരാമയ്യ എന്നാണ്. അപ്പൊ ബോസിനെതിരെ മത്സരിച്ചത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യെ നിർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താണ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം എന്താണ്? നമ്മള് ഈ എന്താ പറയാ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? 1947 കാലയളവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ആരാണ്? JB കൃപലാനിയാണ് പ്രസിഡന്റ്. ഇനി അടുത്തത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം INCയുടെ പ്രസിഡന്റ് ആയത് ആരാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം 48 പ്രസിഡന്റ് ആയത് പട്ടാഭി സീതാരാമയ്യ. അപ്പൊ തോറ്റ ആളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ലെ, പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രസിഡന്റ് സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്? പട്ടാഭി സീതാരാമയ്യ എന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മളോട് സ്ഥിരമായിട്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണം. INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ദളിത് വംശജൻ ആരാണ്? INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ദളിത് വംശജൻ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ A സജീവയ്യ. ആരാണ്? A സജീവയ്യ എന്ന് പറയുന്ന ആളാണ്. INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പാഴ്സി ടീച്ചർ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു നവറോജിയാണ്.
INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വ്യക്തി, ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആനന്ദ ചാർലു എന്നാണ്. ആരാണ്? ആനന്ദ ചാർലു എന്നാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയത് സോണിയാഗാന്ധിയാണ്. അപ്പൊ ആരൊക്കെ വന്നു? ആദ്യം ആനി ബസന്റ് വന്നു, രണ്ടാമത് സരോജിനി നായിഡു വന്നു, പിന്നെ നെല്ലിസൺ ഗുപ്ത വന്നു, ഇന്ദിരാഗാന്ധി വന്നു, സോണിയാഗാന്ധി വന്നു. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന വനിതകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. 5 വനിതകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഓർത്തു വെക്കുക, 1985 ബോംബെയിൽ നടന്ന കോൺഫറൻസിലാണ് രാജീവ് ഗാന്ധി ആരാണ്? രാജീവ് ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. അപ്പൊ 1885 തുടങ്ങി 1985 എന്ന് പറയുമ്പോ 100ാമത്തെ വാർഷികം അല്ലെ, നമ്മുടെ എന്താ പറയാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്താണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും എന്താ പറയാ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. ഇനിയിപ്പോ വേണമെങ്കിൽ ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളതല്ലേ, അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ 1959 ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടന്നു. സാധാരണ രീതിയിൽ നടക്കുന്ന സമ്മേളനങ്ങളല്ല, സാധാരണ രീതിയിൽ ഡിസംബറിൽ തുടങ്ങി ജാനുവരിയിൽ അവസാനിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങള്. പക്ഷെ ഇതെങ്ങനെയാണ്? ഇതൊരു പ്രത്യേക സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ആര് വരണേ? ഇന്ദിരാഗാന്ധി വരണേ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അപ്പൊ മാക്സിമം ടീച്ചർ എന്നാ ഇനിയിപ്പോ ബോർഡ് വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ബോർഡ് ഉപയോഗിച്ചത്. അപ്പൊ ഇത്തിരി സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. റിവിഷൻ ആയതുകൊണ്ടാണ്, ബോർഡും സംസാരവും കൂടിയാവുമ്പോ നമുക്ക് ഇത്തിരി ക്ലാസ് എടുക്കണ പോലെയല്ലല്ലോ, റിവിഷൻ അല്ലേ. അപ്പൊ ഈ രീതിയിൽ പോയാൽ മതി പറയണം. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ്. കുറച്ചധികം ആൾക്കാർ നമുക്കുണ്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ. നമുക്കറിയാം മിതവാദികള്, തീവ്രവാദികള് അല്ലെ, ഭഗത് സിംഗ്, അങ്ങനെ കുറെ ആൾക്കാരെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ ഒരു 10-40ഓളം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒരു ദിവസം നമുക്ക് മുഴുവനായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ഥിരമായി ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ആൾക്കാരും അവരുടെ പ്രത്യേകതകളും അവരുടെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ അതൊക്കെ നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കും. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും.